ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസത്തിലെ പൗർണമിയാണ്. അപ്പം പൗർണമി ദിവസത്തിന് ഇവിടുത്തെ അമ്പലത്തിൽ പൂജയുണ്ട്. അപ്പോൾ ആ പൂജയ്ക്കായിട്ട് പോകുന്നതാണ് ഞങ്ങൾ. അപ്പോൾ മെയിൻ ആൾ ദീദിയാണ് പൂജയ്ക്കായിട്ട് പോകുന്നത്. ഞാൻ കൂടെ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പൂജ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെ ജൂൺ മാസത്തിലെ പൗർണമി ദിവസത്തിൽ നടത്തുന്ന പൂജയാണ് പൂർണിമ പൂജ. സാധാരണ പൗർണമി ദിവസങ്ങളിൽ നടത്തുന്ന പൂജ പോലെ ആണെങ്കിലും ഈ ഒരു ജൂൺ മാസത്തിലെ പൗർണമി ദിവസത്തിൽ നടത്തുന്ന പൂജയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ശരിക്കും ഈ ഒരു പൂജയെ വാറ്റ് പൂർണിമ പൂജ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാറ്റെന്ന് വെച്ചാൽ ആൽമരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായും മഹാരാഷ്ട്ര, ഗോവ, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആചരിക്കുന്നത്. മഹാഭാരതത്തിലെ സാവിത്രി സത്യവാൻ കഥയെ ആധാരമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പൂജ. അതായത് സാവിത്രി തൻ്റെ ഭർത്താവായ സത്യവാൻ്റെ ജീവൻ ധർമ്മരാജനിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആത്മവിശ്വാസവും ബുദ്ധിയും ഭക്തിയും എന്നിവയുടെയൊക്കെ പ്രതീകമായാണ് ഈ ഒരു പൂജ നടത്തുന്നത്. അപ്പോൾ ഈ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചടങ്ങുകളുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് വിവാഹിതരായ സ്ത്രീകളാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പൂജ നടത്താൻ വേണ്ടിയിട്ട് ഉപവാസം ചെയ്യണം. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പൂജ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ പൂജയ്ക്ക് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഭക്തിയോടെ അണിഞ്ഞൊരുങ്ങി, അതായത് ആഭരണങ്ങളൊക്കെ ഇട്ട് സാരിയൊക്കെ ഉടുത്ത് മഞ്ഞളും കുങ്കുമമൊക്കെ ധരിച്ച് ഭക്തിയോടെ വേണം ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ പൂജ അമ്പലത്തിനകത്തല്ല നടത്തുന്നത്, പുറത്ത് ഒരു ആൽമരമുണ്ട്. അപ്പോൾ ഈ ആൽമരത്തിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വലിയൊരു തട്ടത്തിൽ ഒരു കുഞ്ഞു കുടത്തിൽ വെള്ളം, തേങ്ങ, നൂല്, കുങ്കുമം, മഞ്ഞൾ, അരി, അഗർബത്തി, എണ്ണ, കർപ്പൂരം, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഇപ്പോൾ ദീദി ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ചക്ക ഉണ്ടായിരുന്നു, പഴം, ആപ്പിള്, മാങ്ങ, പിന്നെ ഇവിടെ കിട്ടുന്ന കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ്, ചെറി, പ്ലം. ഇപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് നമുക്ക് കൊണ്ടുപോകാമോ അതെല്ലാം നമുക്ക് കൊണ്ടുപോകാം. പിന്നെ സ്വീറ്റ്സും, ലഡ്ഡു, പേട, പായസം, പിന്നെ വെറ്റില അടയ്ക്കയും വേണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, കോയിൻസ്. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പൂജയ്ക്ക് നിർബന്ധമായിട്ട് ആവശ്യമുള്ളത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കണ്ണാടി, പട്ട്, മഞ്ഞ കളറിലോ ചുമന്ന കളറിലോ പട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. പൂക്കളും ഹാരമൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ചടങ്ങ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയണം. ആൽമരത്തിന് ആരതി ഒഴിഞ്ഞതിന് ശേഷം അഗർബത്തിയൊക്കെ കത്തിച്ച് ഒഴിയണം. അതിനുശേഷം ഹാരം ഇടണം. ഹാരം ഇട്ടതിന് ശേഷം നമ്മൾ കൊണ്ടുപോകുന്ന നൂല് എന്തിനാണെന്ന് വെച്ചാൽ ആൽമരത്തിന് ചുറ്റും, അതായത് ഈ രണ്ട് മരത്തിനും ഇടയ്ക്കാണ് ആൽമരം ഉള്ളത്. അപ്പോൾ ഈ ആൽമരത്തിന് ചുറ്റും 7 തവണ ഈ നൂല് കെട്ടി നടക്കണം നമ്മൾ. അപ്പോൾ ഈ നൂല് കെട്ടിയതിന് ശേഷം നമ്മൾ തേങ്ങ പൊട്ടിക്കണം. ഈ ഫ്രൂട്ട്സ് കുഞ്ഞു കുഞ്ഞു ബൗളുകളിലാക്കി കുറച്ച് ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൗൾ ഫ്രൂട്ട്സ് നമ്മൾ ഈ ആൽമരത്തിലോട്ട് വെക്കണം. അപ്പോൾ ദീദി ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം 7 തവണ നൂല് കെട്ടി നടക്കുവാണ്. ആൽമരത്തിന് ചുറ്റുമുള്ള ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അമ്പലത്തിനകത്തോട്ട് വന്നു. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വീഡിയോ എടുക്കുമെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. വേറെ ഒന്നും കൊണ്ടൊന്നല്ല. ഇപ്പോൾ നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ വീഡിയോ എടുത്തിട്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവരെന്തെങ്കിലും അവർക്ക് കാണുവാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. വീഡിയോ എടുക്കാനും ഈ ഓരോ ചടങ്ങുകളെക്കുറിച്ച് പറയാനും
പറഞ്ഞു തരാനും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അപ്പോൾ ഈ ഓരോരോ ബൗളിൽ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ പരസ്പരം കൊടുക്കും. കാല് തൊട്ട് തൊഴുതിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് അവർക്ക് കൊടുക്കും, അവർ കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് നമുക്ക് തരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദീദി കൊണ്ടുവന്ന ഫ്രൂട്ട്സിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് ഋത്വി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ദീദി കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ എല്ലാവർക്കും കൊടുക്കുവാണ്. ഓരോരോ ബൗള് ആരൊക്കെ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും നമ്മളിങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ ഫ്രൂട്ട്സുകളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെയുള്ള ഇവരുടേതായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൗളിലെ ഫ്രൂട്ട്സ് എനിക്കൊരു ആൻറ്റി തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. सृष्टि, ये काय फ्रूट है? कौन सा वाला? ये वाला फ्रूट है। हाँ फ्रूट है, खाते हैं इसको, क्या बोलते हैं, अजीब सा नाम है उसका पर याद नहीं आ रहा. मम्मी याला काय बोलतात? आलू आपले ये इसको भी याद नहीं है. फेविकॉल जैसा. ഇതൊക്കെയാണ് ദീദി പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞു, അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഋത്വിൻ്റെയും ദീദീൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മളത് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.